ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനും ജീവിതവും എന്ന നമ്മുടെ ഈ വചന പഠന പരമ്പരയിൽ 201 സെഷനാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളിൽ നമ്മൾ 10 കൽപ്പന, അതിൻ്റെ വേദശാസ്ത്രവും നീതിശാസ്ത്രവും എന്ന വിഷയത്തിന്റെ തുടർ പഠനമാണല്ലോ നടത്തി വന്നത്. 10 കൽപ്പനയിലെ ആദ്യത്തെ 3 കൽപ്പനകൾ നമ്മൾ ഇതിനോടകം പഠിക്കുവാനും ചർച്ച ചെയ്യുവാനും ചിന്തിക്കുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് 4ാമത്തെ കൽപ്പനയായ ശബത്ത് എന്നതിനെ സംബന്ധിച്ച്, ശബത്തിനെ സംബന്ധിച്ച് ദൈവം നൽകിയ ശബത്ത് എന്ന ദൈവം നൽകിയ ആ കൽപ്പനയെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും പഠിക്കുവാനായിട്ടും ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പഠനം നമുക്ക് ഏറെ അനുഗ്രഹമാവും. ശബത്ത് അഥവാ വിശ്രമം, അതിൻ്റെ പുതിയ നിയമ പ്രസക്തി എന്ത് എന്ന് വചനാടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണവും പഠനവും ചർച്ചയുമാണ് നടത്തുവാൻ നാം ശ്രമിക്കുന്നത്. ഈ കൽപ്പനയുടെ പുതിയ നിയമ പ്രസക്തി എന്തെന്നുള്ള അന്വേഷണത്തിനും പഠനത്തിനുമായി നാം ഇരിക്കുമ്പോൾ അതിനായിട്ട് ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. നമുക്കതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ വിഷയം സംബന്ധിച്ച് നമ്മോട് സംസാരിക്കുന്നത് ബ്രദർ പ്രമോദ് ഫിലിപ്പ് ചെറിയാൻ സാറിനാണ്. ബ്രദറിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനൊരു ക്ലാസ് എനിക്ക് തന്നതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട്. നമുക്ക് ജോലിയും വിശ്രമവും എല്ലാം ദൈവവചനത്തിൽ നല്ല കാര്യങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ദൈവം തരുന്ന വിശ്രമവും ആശ്വാസവും എല്ലാം ബൈബിളിൽ ഒരു അനുഗ്രഹമാണ്, വിശ്വാസികൾക്കുള്ള അനുഗ്രഹങ്ങൾ. ഒരു അർത്ഥത്തിൽ ദുഷ്ടന്മാർക്ക് അത് ശരിയായ നിലയിൽ ഇല്ല എന്നാണ് ബൈബിൾ കാണുന്നത്, ഈ ഒരു ആശ്വാസവും വിശ്രമവും ഒക്കെ. യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതുപോലെ പല വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. വേറൊരു വാക്യം യെശയ്യാവ് തന്നെ പറയുന്നത്, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. ഒരു വിശ്രമിച്ച് അടങ്ങിയിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ദുഷ്ടന്മാർക്കില്ലാത്തതും നീതിമാന്മാർക്കുള്ള ഒരു അനുഗ്രഹവുമായിട്ടാണ് ആയിരിക്കുന്നത്. ആശ്വാസമില്ലാത്ത, സമാധാനമില്ലാത്ത, ഒരു ആന്തരിക ആത്മീയ വിശ്രമം ഇല്ലാത്ത അവസ്ഥ ദുഷ്ടന്മാരുടേതാണ്. കർത്താവായ യേശുക്രിസ്തു അന്നുള്ള തന്റെ ജനത്തോട് പറഞ്ഞപ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മൾ മലയാളത്തിൽ ആശ്വസിപ്പിക്കുന്നതാണ്, ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്ന്. റെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. അപ്പൊ ദൈവമാണ് നമുക്ക് വിശ്രമം തരുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്, അനുഗ്രഹമാണ്, ദൈവദത്തമായ അനുഗ്രഹമാണ് ദൈവം തരുന്ന വിശ്രമം. ഇന്ന് നമ്മള് മുന്നമേ പറഞ്ഞ പോലെ 4ാം കൽപ്പന, 10 കൽപ്പനയിലെ 4ാം കൽപ്പനയായ ശബത്ത് വിശ്രമം, ശബത്തിനെ കുറിച്ചാണ് നമ്മുടെ തലക്കെട്ട്. ശബത്ത് വിശ്രമത്തിന്റെ പുതിയ നിയമ പ്രസക്തി എന്നുള്ളതാണ്. ഹീബ്രുവിലുള്ള ഒരു വാക്കാണ്. അവരതിനെ ശാബത്ത് എന്നൊക്കെയാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ സാബത്ത് എന്ന് പറയും, മലയാളത്തിൽ ശബത്ത് എന്ന് പറയും, എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് നമുക്ക് പൊതുവെ അറിയാവുന്ന ഒരു അർത്ഥം, ആഴ്ച തോറുമുള്ള ഒരു യഹൂദ വിശ്രമ ദിവസമാണ് ശബത്ത്. അത് വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം, സൂര്യാസ്തമയത്തിന് മുമ്പ് ആരംഭിച്ച്, അവരുടെ ക്യാൻഡിലൊക്കെ തെളിയിക്കുന്നതിന് മുമ്പ് ആരംഭിച്ച് ശനിയാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം അവസാനിക്കുന്ന ഒരു വിശ്രമ ദിവസം ശബത്ത്. പഴയ നിയമത്തിൽ നമ്മളത് വളരെയധികം കാണുന്നുണ്ട്. വളരെ പ്രാധാന്യം പഴയ നിയമത്തിൽ ഈ കൽപ്പനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് 10 കൽപ്പനകളിൽ ഒന്നാണെന്ന് പറയുന്നതും അതിന്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അവർക്ക് അനേക കൽപ്പനകളുണ്ട്. അനേക കൽപ്പനകളിൽ 10 കൽപ്പനകളിൽ വളരെ പ്രധാനപ്പെട്ട 10 കൽപ്പനകളാണ്. അതിലൊന്നാണ് ശബത്ത്. അപ്പൊ അത് അതിന്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. നമ്മള് സഭകളിലൊക്കെ അല്ലെങ്കിൽ ആളുകൾ പൊതുവെ പറയുന്ന ഒരു പുതിയ വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമാണ്, 10 കൽപ്പനകളിൽ 9 എണ്ണം
പുതിയ നിയമത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്, ശബത്ത് ഒഴികെ എന്ന് കേൾക്കാറുണ്ട്. അതുകൊണ്ട് ശബത്ത് സഭയ്ക്ക് ബാധകമല്ല എന്ന നിലയിൽ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഞാനത് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മൾ പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ളത്. എല്ലാ കൽപ്പനകളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സഭയ്ക്ക് ബാധകം തന്നെയാണ്. ഈ 9 എണ്ണമല്ല, 10 പുതിയ നിയമത്തിൽ പല നിലകളിൽ പറഞ്ഞിട്ടുണ്ട്, ശബത്ത് ഉൾപ്പെടെ. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പല കൽപ്പനകളും അതിന്റെ ആഴത്തിലേക്ക്, അത് കൂടുതൽ ആഴത്തിലേക്ക് ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ ഹൃദയത്തിന്റെ ഭാഷയിലൊക്കെ അതിനെ ദൈവം കർത്താവായ യേശു ക്രിസ്തു വിവരിക്കുന്നത് നമ്മൾക്കറിയാം. ഉദാഹരണത്തിന്, കൊല ചെയ്യരുത് എന്നുള്ള ഒരു കൽപ്പനയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് മത്തായി 5 പഠിപ്പിക്കുന്നത്, തന്റെ പ്രഭാഷണത്തിൽ പറയുന്നത് എന്താണ്? കൊല ചെയ്യരുതെന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് അതിനൊരു പുതിയ മാനമാണ് കൽപ്പിക്കുന്നത്. ശബത്തും ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഇല്ലാതെയാകുന്നതിന് പകരം അതിന് കുറച്ചുകൂടെ ആഴമേറിയ അർത്ഥങ്ങൾ പുതിയ നിയമം നമുക്ക് വെളിവാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബൈബിളില് ഇതിനെക്കുറിച്ച്, പുതിയ നിയമത്തിലുള്ള ഇതിന്റെ പ്രസക്തിയെ കുറിച്ച് നമുക്ക് വഴി ചിന്തിക്കാം. ബൈബിളില് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് ശബത്ത് മനുഷ്യന് വേണ്ടിയാണ് എന്നുള്ളത്. കർത്താവ് പുതിയ നിയമത്തിൽ മാർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ പറയുന്നു, 2-ാം അധ്യായത്തിലാണ്. മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല, ശബത്ത് മനുഷ്യന് വേണ്ടി. എന്നാൽ നമ്മൾ ബൈബിളിൽ ശബത്തുകളെ കുറിച്ച് പറയുമ്പോൾ അത് യഹോവയുടെ ശബത്തുകൾ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പഴയ നിയമത്തിൽ അങ്ങനെ ആ ഒരു പദപ്രയോഗം പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. യഹോവയുടെ ശബത്ത്, അതൊരു പ്രധാനപ്പെട്ട പദപ്രയോഗം. ഉദാഹരണത്തിന്, പുറപ്പാട് പുസ്തകം 31-ന്റെ 12-ാം വാക്യത്തിൽ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, പുറപ്പാട് 31:12. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എന്റെ ശബത്തുകളെ ആചരിക്കണം എന്നാണ്. എന്റെ ശബത്തുകളെ ആചരിക്കും. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളം ആകുന്നു. എന്റെ ശബത്തുകൾ എന്നാണ് ദൈവം ശബത്തിനെ പറയുന്നത്. അത് നിസ്സാരമായ ഒരു പ്രയോഗമല്ല. ഇത് മനുഷ്യന് വേണ്ടി കൊടുത്തതാണെങ്കിലും ഇത് യഹോവയുടെ ശബത്താണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് പറയാനുള്ള കാരണം നമുക്ക് മനസ്സിലാവുന്നത്, ഈ ശബത്ത് മനുഷ്യന് ദൈവം കൊടുക്കുമ്പോൾ ഇത് ദൈവത്തെ തന്നെ വെളിവാക്കുന്ന ചില സത്യങ്ങൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ ചില സ്വഭാവ സവിശേഷതകൾ, ദൈവത്തിന്റെ ചില ഇഷ്ടാനിഷ്ടങ്ങൾ, മനുഷ്യനെ കുറിച്ചുള്ള തന്റെ ആഗ്രഹങ്ങൾ എന്നുള്ളത് വെളിവാക്കുന്ന കാര്യങ്ങളാണ് ശബത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് യഹോവയുടെ ശബത്തുകളാണ്. ഇത് മനുഷ്യന് വേണ്ടി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത ദൈവത്തിന്റെ ശബത്തുകൾ. അതുകൊണ്ട് തന്നെ ഇത് പുതിയ നിയമത്തിൽ പ്രസക്തമാണോ എന്ന ചോദ്യത്തിന്, ഇത് ദൈവത്തിന്റെ ശബത്തുക്കൾ ആയതുകൊണ്ട് തന്നെ അതിൽ തന്നെ അതിനൊരു പ്രസക്തിയുണ്ട്. ദൈവത്തിന്റെ സ്വഭാവം വിളിച്ചറിയിക്കുന്ന കാര്യമാണ് ശബത്ത്. മറ്റു കൽപ്പനകളും അങ്ങനെയാണ്, 10 കൽപ്പനകളെല്ലാം അങ്ങനെയാണ്. അതിലെല്ലാം ദൈവത്തിന്റെ സ്വഭാവമാണ് വെളിവാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബത്തിനും അതിലടങ്ങിയിരിക്കുന്ന ദൈവിക സത്യങ്ങൾ. ഓക്കെ, അപ്പം പുറപ്പാട് 31-ന്റെ 12 മുതൽ 17 നോക്കിയാൽ, നിങ്ങൾ എന്റെ ശബ്ദങ്ങളെ ആചരിക്കണം പറഞ്ഞ തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും തമ്മിലുള്ള ഒരു അടയാളമാണ്, യഹോവയ്ക്കും ഇസ്രായേലും തമ്മിലുള്ള അടയാളം. ആ താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴും അങ്ങനെ 17-ാം വാക്യത്തിൽ അതാണ് കാണുന്നത്. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ശബത്ത്. നിങ്ങൾ ശബത്ത് ആചരിക്കണം, ജാതികളല്ല നിങ്ങൾ ആചരിക്കണം എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് അപ്പൊ ഇത് 10 കൽപ്പനകൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടി. അപ്പൊ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്തെ അധീനർ എന്ന റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെ പല ഭാഗത്തും വായിക്കുമ്പോൾ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല വിശ്വാസികൾ. ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചവരായിരിക്കുക ആയിരിക്കാറുണ്ട് എന്ന് പറഞ്ഞു റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. വിശ്വസിക്കുന്ന ഏവന് നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്, അങ്ങനെ വായിക്കുന്നത്. എന്നാൽ ഇത് നമുക്ക് ബാധകമാണ് എന്ന് പറയുന്ന ഒരു വാക്യമാണ് റോമാലേഖനം 8-4. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ.
അപ്പൊ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴല്ലെങ്കിലും ന്യായപ്രമാണത്തിന്റെ ഒരു നീതി, അതിന്റെ പുറകിലുള്ള ഒരു ദൈവിക നീതിയും നമ്മൾ ഇന്ന് ഈ ഒരു സീരീസിന് കൊടുത്ത തലക്കെട്ടിലും മൊത്തത്തിൽ സീരീസിന് കൊടുത്തതും ദൈവശാസ്ത്രവും നീതിശാസ്ത്രവും നല്ല ഒരു തലക്കെട്ട്, പല വാചകമാണ്. കാരണം ഇതിന്റെ പുറകിൽ ഒരു ദൈവിക നീതിയും ഈ ന്യായപ്രമാണത്തിന് പുറകിൽ. അപ്പോൾ റോമാലേഖനത്തിൽ സഭയെക്കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ആത്മാവിന്റെ നടത്തിപ്പുള്ളവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതി അവരിൽ നിവർത്തിക്കണം ആകേണ്ടതിന് വേണ്ടി എന്ന് പൗലോസ് എഴുതി. അപ്പോൾ ഈ ശബത്തിന്റെ പുറകിലും ബാക്കിയുള്ള കൽപ്പനകൾ എപ്പോൾ തന്നെ ഒരു ദൈവിക നീതിയും നമ്മൾ അതിനെ കുറിച്ചൊക്കെ എളുപ്പമായിട്ട് എന്ന് ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലെ സുപ്രധാനമായ ഒരു ശബത്തിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ് കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ്: അതുകൊണ്ട് പാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളതാണ്. അവിടെ പറഞ്ഞ ഇംഗ്ലീഷിൽ ഈ ശബത്തുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്, വിച്ച് ആർ എ ഷാഡോ ഓഫ് ദ തിങ്സ് ടു കം ബട്ട് ദ സബ്സ്റ്റൻസ് ഈസ് ഓഫ് ക്രൈസ്റ്റ്. ഇതെല്ലാം ഒരു നിഴലുകളായിരുന്നു. നിഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥമില്ല എന്നല്ല, അതിന്റെ പൊരുൾ ക്രിസ്തുവിലുണ്ട്. അപ്പൊ നമുക്ക് ആ നിഴലിൽ നിന്ന് പൊരുൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശബത്തിനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ, അതിൽ നിന്ന് പലതും പഠിക്കേണ്ടതായിരുന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ ശബത്തിനെ കുറിച്ചൊരു വിശദമായിട്ടുള്ള ഒരു കർത്താവിന്റെ ഒരു പഠിപ്പീരുണ്ട്. പരീശന്മാര് ശബത്തിൽ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, ശിഷ്യന്മാരെ വന്ന് കതിർ പറിച്ച് തിന്നുന്നതൊക്കെ കണ്ടിട്ട്, പരീശന്മാര് കണ്ടിട്ട് ശബത്തിൽ വിഹിതമല്ലാത്തത് ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറയുന്നത് നമുക്കറിയാം അല്ലെ, ദാവീദും തന്റെ കൂട്ടരും ചെയ്ത കാര്യമൊക്കെ കർത്താവ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: ശബത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു. അപ്പോ ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞത്, എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. അപ്പൊ തന്റെ ശിഷ്യന്മാര് ശബത്തിൽ ചില കാര്യങ്ങൾ പരീശന്മാരുടെ കാഴ്ചപ്പാടിൽ വിഹിതമാ അല്ലാത്തതാണ് ചെയ്യുന്നത് എങ്കിലും ശബത്തിന്റെ കർത്താവ് അവിടെ നിൽക്കുന്നത് കൊണ്ട്, അവന്റെ സമ്മതത്തോടുകൂടെ അനുവാദത്തോടുകൂടി ആയതുകൊണ്ട് അത് ലംഘനമല്ലാതെ കുറ്റമല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ദൈവാലയത്തെക്കാൾ വലിയവൻ അവിടെ ഉള്ളത് കൊണ്ട് അവന്റെ മുന്നിൽ അവൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഈ നിയമങ്ങൾക്ക് അതീതമായി ഇരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് 7-ാം വാക്യത്തിൽ പറഞ്ഞത്, യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കും എന്നുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. അപ്പൊ തന്റെ ശിഷ്യന്മാർക്ക് അതിൽ കുറ്റമില്ല, അത് പറിച്ചു നിന്നാണ് പറഞ്ഞത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു. അപ്പൊ നമ്മൾ പുതിയ നിയമം കാണുമ്പോൾ വരുമ്പോൾ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ ചിന്തിക്കുമ്പോൾ കർത്താവ് ശബത്തിന്റെയും കർത്താവ്, മനുഷ്യപുത്രൻ ശബത്തിന്റെയും കർത്താവ്. അതുകൊണ്ട് ശബത്തിന് പുതിയ നിയമം കൊടുത്തിരിക്കുന്ന മാനം മനസ്സിലാക്കി നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന നിലയിൽ ശബത്തിന്റെ എല്ലാ കാര്യങ്ങളും സഭയ്ക്ക് ചെയ്യാനായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കർത്താവ് ശബത്തിന് കർത്താവാണ്, നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ തന്നെ കർത്താവിന്റെ പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ അനുസരിച്ച് ശബത്തിനെ അനുസരിക്കാനായിട്ട് കഴിയും. കർത്താവ് തന്നെ മത്തായി 12-ന്റെ 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ശബത്തിൽ സൗഖ്യമാക്കുന്നതൊക്കെ ആ ഒരു പശ്ചാത്തലത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ, ശബത്തിൽ നന്മ ചെയ്യണം എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. അത് ശരിയാണ്. അത് വർക്കായിട്ട്, അതൊരു ശബത്തിനെ ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് കർത്താവ് കാണുന്നില്ല. ശബത്തിൽ നന്മ ചെയ്യുന്ന വിഹിതം തന്നെ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, മത്തായി 2-ന്റെ 27-28 പറഞ്ഞു, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷം, മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം. ഇവിടെ നിമിത്തമല്ല എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ വായിച്ചാൽ Sabbath was made for man and not man for the Sabbath. ശബത്ത് മനുഷ്യന് വേണ്ടിയാണ് ദൈവം കൊടുത്തത് എന്നുള്ളത്. മനുഷ്യന് വേണ്ടി, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത ഒരു പ്രമാണമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്കും അനേക കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. ശബത്ത് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും മനസ്സിൽ വരുമ്പോൾ ഈ ഒരു യഹൂദന്മാർ വിശ്രമിക്കുന്ന
സാറ്റർഡേ, ആ ഒരു ദിവസത്തെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ അതൊരു ബൈബിളിൽ അത് മാത്രമല്ല ശബത്ത്. അതൊരു തെറ്റിദ്ധാരണയാണ്. ആഴ്ചതോറുമുള്ള ശബത്ത് മാത്രമല്ല ശബത്ത്. പലതരത്തിലുള്ള ശബത്തുകൾ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് കഴിയും. ഒന്ന് ഈ ആഴ്ചതോറുമുള്ള ശബത്താണ്. ആഴ്ചതോറും എല്ലാ ശനിയാഴ്ചയും അവർ ചെയ്തുകൊണ്ടിരുന്ന ശബത്ത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പ്രാരംഭം ചിന്തിക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ 10 കൽപ്പനകൾ തന്നെ ഒന്ന് ആദ്യമായിട്ട് വായിക്കാം. അതിന്റെ 20-ാം അധ്യായത്തിന്റെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കൽപ്പന പറഞ്ഞിരിക്കുന്നത്. 10 കൽപ്പനകളുടെ ഭാഗമായിട്ട് ഞാൻ അതൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ബൈബിൾ ശ്രദ്ധിക്കാം. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. നമ്മൾ ഇതിൽ നിന്ന് കാണുന്ന ഒരു വലിയൊരു സത്യം, ദൈവം ഈ ശബത്ത് കൊടുക്കുന്നത് തന്റെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. ദൈവം 6 ദിവസം കൊണ്ട് സകലവും ഉണ്ടാക്കിയിട്ട് 7-ാം ദിവസം താൻ സ്വസ്ഥമായിരുന്നു. അത് മനുഷ്യന് ഒരു പാറ്റേൺ ആയിട്ട്, മനുഷ്യന്റെ വിശ്രമത്തിന്, മനുഷ്യൻ ജോലി ചെയ്യുവാനും വിശ്രമിക്കുവാനും ഒരു പാറ്റേൺ, അങ്ങനെ ഒരു പാറ്റേൺ ദൈവം കൊടുക്കുകയാണ് ശബത്തിലൂടെ ചെയ്യുന്നത്. ശബത്ത് നാളിനെ അതുകൊണ്ട് നീ ശുദ്ധീകരിക്കാൻ ഓർക്കുക. ഏതെങ്കിലും ഒരു ദിവസം ശുദ്ധീകരിക്കാനല്ല ദൈവം പറഞ്ഞത്. ഞാൻ ചെയ്തതുപോലെ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക എന്നാണ് പറഞ്ഞത്. ദൈവം വിശ്രമിച്ച നാളാണ് ശബത്ത് നാൾ. 7-ാം ദിവസം ശനിയാഴ്ച. ആ നിലയിലാണ് ദൈവം ഇസ്രായേലിന് നിയമം കൊടുക്കുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ശനിയാഴ്ച വിശ്രമമായിട്ടൊരു നിയമമായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അപ്പൊ ഇതിൽ നിന്ന് പഠിക്കാവുന്ന ഒരു വലിയ സത്യം, പുറപ്പാട് പുസ്തകം 20-ന്റെ 9-10 വാക്യങ്ങളിൽ പഠിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ദൈവം ഒരു വേലയുടെയും വിശ്രമത്തിന്റെയും ഒരു പ്രമാണമാണ് ഇവിടെ വെക്കുന്നത്. 9-ാം വാക്യത്തിൽ 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 10-ാം വാക്യം 7-ാം ദിവസം ശബത്ത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് ദൈവം പറയുന്നത്. വിശ്രമം മാത്രമായിട്ടല്ല പറയുന്നത്. 6 ദിവസം കൊണ്ട് നിന്റെ വേലയൊക്കെയും ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു വിശ്രമവും നീ എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ വേലയും ഉണ്ട്, വിശ്രമവും ഉണ്ട് ശബത്തിന്റെ പുറകെ. വേല ചെയ്തിട്ട് വിശ്രമിക്കാനാണ് പറയുന്നത്, വേല ചെയ്യാതെ വിശ്രമിക്കാനല്ല. വേല ചെയ്യുക, 6 ദിവസം വേല ചെയ്യുക, 7-ാം ദിവസം വിശ്രമിക്കുക. അപ്പൊ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഉദ്ദേശം നമ്മൾക്ക് ഇതിൽ നിന്ന് ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടത്. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഒരു ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നത് ഓൾ വർക്ക് ആൻഡ് നോ റെസ്റ്റ് അല്ല, ഓൾ റെസ്റ്റ് ആൻഡ് നോ വർക്കും അല്ല. എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, വിശ്രമമില്ലാതെ ജോലി ചെയ്യലല്ല, എന്നാൽ വിശ്രമമുള്ള ജോലി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയും അല്ല. ഇത് രണ്ടും ദൈവഹിതമല്ല. നമ്മൾ അധ്വാനം കഴിക്കണം, അതേസമയം അതിന് വേണ്ടിയ വിശ്രമവും കൊടുക്കണം. ആളുകൾ പറയാറുണ്ട്, ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. അതല്ല ദൈവഹിതം. അങ്ങനെ ഒരു വിശ്രമമല്ല. ജോലി ചെയ്തതിന് ശേഷം വിശ്രമിക്കുക എന്നുള്ളതാണ്. ദൈവം മടിയന്മാരായിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പുതിയ നിയമത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പൗലോസൊക്കെ വളരെ കഠിനമായിട്ടാണ് സഭകൾക്ക് എഴുതിയത്. നമുക്കറിയാവുന്ന വാക്യങ്ങൾ. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുന്നതാണ്. അങ്ങനെ ഞാൻ മുമ്പ് തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടെന്നാണ് പൗലോസ് തെസ്സലോനിക്കരോട് എഴുതിയപ്പോൾ പറയുന്നത്. ദൈവം ഈ നിയമം കൊടുക്കുമ്പോഴും അധ്വാനിച്ച് വേലയൊക്കെയും ചെയ്യുക എന്ന് പറയുമ്പോൾ വേല ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. ആ വേല ചെയ്തതിന് ശേഷം വിശ്രമം എടുക്കണം എന്നുള്ളതും ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള ഹിതമാണ്. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ ലോകത്തിൽ കോർപ്പറേറ്റ് വേൾഡൊക്കെ വളരെയധികം ജോലി ഭാരം കൂടി വരുന്ന സമയത്ത് വളരെ ജോലി മനുഷ്യനെ കൊണ്ട് പിഴഞ്ഞ് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും ദൈവഹിതമല്ല. കാരണം മനുഷ്യന് ജോലിയും ചെയ്യണം, മനുഷ്യൻ വിശ്രമിക്കുകയും വേണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. ഇതിനൊക്കെ വളരെ പ്രായോഗിക പ്രസക്തി വിശ്വാസികളുടെ ജീവിതത്തിലുണ്ട്. പുതിയ നിയമ വിശ്വാസികളുടെ ജീവിതത്തിലുണ്ട്, പഴയ നിയമത്തിലുമുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഉള്ള കൽപ്പന. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു കമ്പനി വല്ലതും നടത്തുകയാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണെങ്കിൽ, നിങ്ങളുടെ കീഴിലുള്ള
എംപ്ലോയീസിന് ജോലി കൊടുക്കുന്നതിനോടൊപ്പം വിശ്രമം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും. കാരണം ദൈവത്തിന്റെ ഹിതം അതാണ്, മുഴുവൻ സമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ജോലി ചെയ്യണം, വിശ്രമിക്കുകയും വേണം. അങ്ങനെ ഒരു പാറ്റേൺ ആണ് ദൈവം കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ശബത്ത് കൽപ്പനയിൽ നിന്ന് പഠിക്കാവുന്ന വേറെ ഒരു വലിയൊരു പ്രായോഗികമായ ഒരു വശം, സാധാരണ ലോകം പറയുന്നത് നമ്മളുടെ വർത്ത് എന്ന് പറയുന്നത്, നമ്മുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മളുടെ ജോലിയിലാണ് എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മളുടെ മൂല്യമായിട്ട് ലോകം പൊതുവെ പറയാറുള്ളത്. അതിലൊരു പരിധിവരെ സത്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആത്യന്തിക സത്യമല്ല. കാരണം ഇവിടെ കർത്താവ് മനുഷ്യന് ജോലി മാത്രമല്ല വിശ്രമവും കൊടുക്കുന്നുണ്ട്. ആ വിശ്രമിക്കുന്ന ദിവസം അവന് മൂല്യം കുറഞ്ഞു പോകുന്നില്ല. അതും കൂടെ ചേരുമ്പോഴാണ് അവൻ പൂർണ്ണ മനുഷ്യനായി ശരിയായ നിലയിൽ അവന് മൂല്യമുള്ളവനായി ഇരിക്കുന്നത്. അവന്റെ പേഴ്സണൽ ഐഡന്റിറ്റിയോ വರ್ತോ ഒന്നും വിശ്രമം കൊണ്ട് കുറഞ്ഞു പോകുന്നു. അപ്പം ഒരു ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവന്റെ ജോലി മാത്രമല്ല എന്ന് ശബത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് വിശ്രമിച്ചാലും അവന്റെ മൂല്യം കുറയുന്നില്ല എന്നുള്ളത്. ഇത് വളരെ പ്രസക്തമാണ്. ഇന്നത്തെ ലോകത്തിൽ പല എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡയലമയുണ്ട്. യുത്തനേഷ്യ പോലുള്ള ക്വസ്റ്റ്യൻസിന് ഇങ്ങനെ കോമയിലായിരിക്കുകയാണ്, കുറച്ചു നാളായി കൊന്നു കളയാമോ എന്നൊക്കെ ഉള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് അവര് പറയുന്ന അതിന്റെ പുറകിലുള്ള ഒരു ആർഗ്യുമെന്റ്, ഇവനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത്. ഈ വ്യക്തിയെ കൊണ്ട് അവനെ ജോലി ചെയ്യുന്നില്ല, അവൻ ചിന്തിക്കുന്നില്ല, നമുക്ക് ആത്മീയമായി പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, ബൈബിള് വായിക്കുന്നില്ല. അവന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. അപ്പൊ നമുക്ക് ശബത്ത് നമ്മളെ പറയുന്ന ഒരു കാര്യം, ഈ ജോലിയിൽ മാത്രമല്ല മനുഷ്യന്റെ അർത്ഥം, മനുഷ്യന്റെ മൂല്യം. ദൈവം വിശ്രമം കൊടുക്കുമ്പോൾ അവനുണ്ട്. അപ്പോൾ ഈ കോമ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി, നമ്മൾ ഉദാഹരണമായി എടുത്താണ്, കോമ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി അങ്ങനെ ആയത് ദൈവത്തിന്റെ ഒരു തീരുമാനമാണല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ മൂല്യത്തിനൊന്നും കുറവ് വന്നിട്ടില്ല. ദൈവം വെച്ചിട്ടുള്ള അത്രയും കാലം ആർട്ടിഫിഷ്യലായിട്ട് പമ്പ് ചെയ്ത് ജീവിപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം അവന് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അവന്റെ ജീവിതം കളയുവാൻ നമുക്ക് അധികാരമുണ്ട്. അവന്റെ മൂല്യത്തിന് കുറവ് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തി, ജോലി എത്രത്തോളം വിലമതിപ്പുള്ളതാണോ അതുപോലെ തന്നെ ദൈവം തരുന്ന വിശ്രമവും നമുക്ക് വിലയുള്ളതാണ്. നമ്മളുടെ മൂല്യവും അതിൽ കുറയുന്നു. അത് മാത്രമല്ല, ഇതിൽ നിന്ന് ആഴ്ചയിലുള്ള ശബത്തിൽ നിന്നും പഠിക്കാവുന്ന ഒരു വലിയ സത്യം, ദൈവം ഒരു വീക്ക്ലി സൈക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ആഴ്ച വട്ടം എന്നൊരാശയം ദൈവമാണ് മനുഷ്യന് കൊടുത്തത് എന്നുള്ളതാണ്. ഇതിലൊരു രസകരമായ ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്, ഒരു മാസം അങ്ങനെ ഒരു യൂണിറ്റ് ആണ്, ഒരു വർഷം ഒരു യൂണിറ്റ് ആണ്. ഇതെല്ലാം ഈ പ്രകൃതിയിലെ ഗോളങ്ങളുമായിട്ടൊക്കെ, ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഇതൊക്കെ ഇതിന്റെ കാലഘട്ടമൊക്കെ നിർണ്ണയിക്കുന്നത്. 365 ദിവസം എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെയാണ് വർഷത്തിൽ നിർണ്ണയിക്കുന്നത്. എന്നാൽ ആഴ്ച അങ്ങനെയൊന്നുമല്ല. ആഴ്ചയ്ക്ക് പുറകിൽ യാതൊരു പ്രകൃതിയിലുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ആഴ്ച ദൈവം സൃഷ്ടിച്ചു കൊടുത്തത്, ഈ ഒരു യൂണിറ്റ് ദൈവം മനുഷ്യന് കൊടുത്തത്. അതതിന്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോ ഒരാഴ്ച ഒരു യൂണിറ്റ് ആയിട്ട് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ശബത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം അതാണ്. കാരണം 6 ദിവസം വേല, ഒരു ദിവസം വിശ്രമം. അടുത്ത 6 ദിവസം വേല, ഒരു ദിവസം വിശ്രമം. അപ്പൊ 6-1-6-1-6-1 എന്നൊരു ചക്രത്തിൽ ഇങ്ങനെ മനുഷ്യനെ ആക്കിയിരിക്കുകയാണ് ദൈവം. അപ്പൊ ഇത് നമുക്ക് വലിയൊരു പുതിയ നിയമത്തിന്റെ കാലഘട്ടത്തിലും ഇത് നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സത്യമാണ്. നമ്മൾക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് ഓഫ് വർക്ക് ദൈവം തോന്നി. ആഴ്ചയായി, ദിവസമായിട്ടുമുണ്ട്, മാസമായിട്ടുമുണ്ട്, വർഷമായിട്ടുമുണ്ട്. എന്നാൽ ആഴ്ച ദൈവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ വാക്യം പറയുന്ന പോലെ 6 ദിവസം കൊണ്ട് നിന്റെ വേലയൊക്കെയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീഷൻ അതിനകത്തുണ്ട്. ഒരാഴ്ച കൊണ്ട് ആ ആഴ്ചയിൽ ചെയ്ത് തീർക്കേണ്ട എല്ലാം ഞാൻ തീർക്കുന്നു. 6 ദിവസം കൊണ്ട് ഞാൻ തീർക്കുന്നു. 7-ാം ദിവസം സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നു, ദൈവത്തെ ആത്മീയ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, ശാരീരികമായി റെസ്റ്റ് എടുക്കുന്നു, ചെയ്ത ജോലിയെ കുറിച്ച് വിലയിരുത്തുന്നു, ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു, ദൈവം ചെയ്ത നന്മകളെ ഓർക്കുന്നു. അങ്ങനെ അനേക ആത്മീയ സത്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അപ്പോൾ ഇങ്ങനെ 7 ദിവസത്തെ ഒരു യൂണിറ്റ് ദൈവം നമുക്ക് ഇത് നൽകിയിട്ടില്ല.
ഇതിന് വളരെ ആത്മീക വശങ്ങൾ പഴയ നിയമത്തിൽ തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ 58-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ തന്റെ ആഴ്ചതോറുമുള്ള ശബ്ദങ്ങളെ കുറിച്ചൊക്കെ ദൈവം പറയുന്നത് അത് തന്റെ വിശുദ്ധ ദിവസം എന്നാണ് പറയുന്നത്. അതിന്റെ 13-ാം വാക്യം യെശയ്യാവ് 58-13 തൊട്ട് വായിച്ചാൽ, നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന്യയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വേണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. അപ്പൊ ഇത് എന്റെ വിശുദ്ധ ദിവസമാണ്, യഹോവയുടെ വിശുദ്ധ ദിവസമാണെന്നാണ് ബൈബിൾ പറയുന്നത്. ശബത്തിനെ ഒരു സന്തോഷമെന്ന് നീ പറയണം, കാണണം, അതിനെ ബഹുമാനീയോഗ്യമായി കാണണം. ഇത് ദൈവം കൊടുക്കുന്നതാണ് മനുഷ്യൻ എന്നുള്ളതാണ്. നിന്റെ സ്വാർത്ഥപരമായി നിന്റെ വേലയ്ക്ക് പോയി നിന്റെ കാര്യങ്ങളെ നോക്കുന്ന ദിവസം അല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വ്യർത്ഥ സംസാരിച്ച് കളയേണ്ട ദിവസമല്ല, നേരം പോക്കുന്ന ദിവസമല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ആ ദിവസത്തെ ബഹുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വിശ്വാസ ജീവിതത്തിന്റെ ഒരു ലക്ഷണം കൂടെയാണ്. കാരണം കർത്താവ് ഇസ്രായേലിനോട് പറഞ്ഞപ്പോ 7 ദിവസവും ജോലി ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, വരുമാനം, അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ 6 ദിവസം കൊണ്ട് താൻ കൊടുക്കുകയാണ് മനുഷ്യന്. നിനക്കൊരു കുറവ് വരാതുള്ള ഞാൻ നിന്നെ നടത്തും എന്നുള്ളതാണ് ദൈവം പറയുന്നത്. മന്ന കൊടുത്ത സമയത്ത് അങ്ങനെയാണ്, നമുക്കറിയാം. മന്ന കൊടുക്കാൻ നേരെ 6 ദിവസം കൊണ്ട് എടുക്കണം. 6-ാം ദിവസം ഇരട്ടിക്ക് ദൈവം കൊടുക്കും. 7-ാം ദിവസം പറക്കാൻ പാടില്ല. അപ്പോ ദൈവം തന്നെ നടത്തും എന്നുള്ള ഒരു തന്റെ വിശ്രമത്തിലൂടെ തന്റെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് നടത്തുന്നത്. ദൈവം എന്നെ നടത്തും എന്നുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പുതിയ നിയമത്തിൽ ബാധകമാണ്. ജോലി 7 ദിവസവും എല്ലാ ദിവസവും ജോലി ചെയ്ത് എത്രയും വരുമാനം ഉണ്ടാക്കി കുടുംബത്തെ നയിക്കുക എന്നുള്ളതല്ല ദൈവഹിതം. ഒരു ദിവസം മാറ്റി വെച്ച് വിശ്രമിക്കുക, അതിലൂടെ ദൈവം എന്നെ നടത്തുമെന്നുള്ള വിശ്വാസമാണ് അതിലൂടെ എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എടുക്കാനാണ്. നമ്മുടെ സമയത്തിന്റെ കുറവ് മൂലം മുന്നോട്ട് പോകുന്നു. ആഴ്ച തോറുമുള്ള ശബത്ത് മാത്രമല്ല ബൈബിളിൽ ശബത്തുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു പ്രത്യേക ശബത്തുകളെ കുറിച്ച് പറഞ്ഞത് ഉത്സവ ശബത്തുകൾ നമുക്ക് മലയാളത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഫെസ്റ്റിവൽ സാബത്ത്, ഇംഗ്ലീഷിൽ ഹൈ സാബത്ത് എന്ന് അങ്ങനെ ഒരു യൂസേജ് ഉണ്ട് അതിനെ കുറിച്ച്. ചില ഉത്സവങ്ങളൊക്കെ ദൈവം കൊടുത്തിട്ട് അതിന് ശബത്തിന്റെ, ചിലതിനെ ശബത്ത് ആയി തന്നെ ആചരിക്കാൻ പറയുന്നുണ്ട്. യഹോവയുടെ ചില ഉത്സവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ചിലതിനെ ശബത്തുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നീ വിശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ചില ഉത്സവ ദിവസങ്ങൾ. അങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിന്റെ കുറിച്ചൊക്കെ എഴുതി വന്നപ്പോൾ നിന്റെ വേല, സാധാരണ ചെയ്യുന്ന വേലയൊന്നും ഒന്ന് ചെയ്യരുത്, അതിന്റെ 1-ാം ദിവസവും 7-ാം ദിവസവും ഒക്കെ ചെയ്യരുത് എന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. ചില ഉത്സവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശബത്ത് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ്, അവരുടെ ഒരു പ്രത്യേക ഉത്സവ ദിവസമാണ്. അതിനെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ശബത്ത് എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വായിക്കാനിടയാണ്. അതിനെ ശബത്തായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവർക്ക് അങ്ങനെ ഉത്സവ ശബത്തുകളുണ്ട്. ആ ദിവസം അവർ റെസ്റ്റ് എടുക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ ചില പ്രത്യേക നിലയിൽ ആത്മീകമായ കാഴ്ചപ്പാടുകൾ വളർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ദിവസം. ഉദാഹരണത്തിന് ഈ പാപപരിഹാര ദിവസത്തെ കുറിച്ച് തന്നെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ആ ദിവസം നീ ദൈവസന്നിധിയിൽ ആത്മതപനം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. അത് ദൈവത്തിന്റെ ശബത്തുകളായി തന്നെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെയും ചില ശബത്തുകളുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് പുതിയ നിയമത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഈ ഉത്സവങ്ങളെല്ലാം പുതിയ നിയമത്തിൽ നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ കണ്ട പോലെ ഇതെല്ലാം നിഴലുകളും ക്രിസ്തുവിലേക്കുള്ള വിരൽ ചൂണ്ടുന്നവയുമാണ്. ക്രിസ്തുവാണ് അതിന്റെ പൊരുൾ. ഈ പെസഹ എന്ന് പറയുന്നതും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം എല്ലാം പുതിയ നിയമത്തിൽ ഇതിന്റെ റെഫറൻസസ് ഉണ്ട്. നമ്മൾക്ക് എങ്ങനെ ഇത് ബാധകമാണെന്നുള്ള നിലയിൽ പുതിയ നിയമം നമ്മളോട് പറയുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ എല്ലാം നമുക്ക് ഇത് ബാധകമാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലെ പുളിപ്പില്ലാതെ ജീവിക്കുക എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ. അപ്പൊ ഇതിനെല്ലാം പൊരുളുകളുണ്ട് പുതിയ നിയമത്തിൽ. അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം അർത്ഥമുണ്ട്. ഈ ശബത്തുകൾക്കെല്ലാം പുതിയ നിയമത്തിൽ പ്രത്യേക അർത്ഥങ്ങളുണ്ട്. പെന്തക്കോസ്റ്റ് നാളിനെ കുറിച്ചും അതുപോലെ കാഹളധ്വനിയുടെ ഉത്സവം, ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ്, ഇതിനെക്കുറിച്ച് എല്ലാം റെസ്റ്റ് എടുക്കാനൊക്കെ ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ. അതെല്ലാം പുതിയ നിയമത്തിൽ ഓരോരോ അർത്ഥങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ശരി, അടുത്തതായി നമ്മൾ വേറെ ഒരു പ്രധാനപ്പെട്ട ശബത്ത് പഴയ നിയമത്തിൽ കാണുന്നത്, ഞാൻ ഓടിച്ചു പോകുന്നതിന് കാരണം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വേറെ ഒരു പ്രധാന ശബത്ത് കാണുന്നത്
ശബത്ത് വർഷം എന്ന് പറയുന്ന, ദ സാബത്ത് ഇയർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഷം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ ദൈവം അതുപോലെ ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത്. ഒരു ഭാഗം അവിടെയാണ്. അവിടെ വായിക്കുമ്പോൾ പറയുന്നത് ഈ 6 വർഷത്തിന് ശേഷം 7-ാം വർഷം ശബത്ത് ആയിട്ട് ആചരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന്റെ 25-ന്റെ ലേവ്യ പുസ്തകം 25-ന്റെ 1-ാം വാക്യത്തിൽ യഹോവ സീനായി 1-2 വാക്യങ്ങൾ. യഹോവ സീനായി പർവ്വതത്തിൽ മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. 3 തൊട്ട് 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. അതുകൊണ്ട് 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തന്നെ മുറിച്ച് അനുഭവം എടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്തായ യഹോവയുടെ ശബത്ത് ആയിരിക്കണം. 7-ാം സംവത്സരം, ഒരു വർഷം മുഴുവൻ യഹോവയുടെ ശബത്താണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ശബത്തായിട്ട് ദൈവം അവർക്ക് കൊടുത്തതാണ്. അതിലൂടെ നമുക്ക് ഇന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു വർഷം നിലം ഉഴാനോ ജോലി ചെയ്യാനോ അങ്ങനെ നിലത്തിൽ നിന്നുള്ള ഇത് ധ്വാനിക്കാനോ പാടില്ല. അത് ശബത്ത്, നിലം ശബത്ത് ആചരിക്കണം. ദൈവം താനെ വിളയുന്നതിനെയാണ് ആഹാരമായിട്ട് എടുക്കേണ്ടത്. താനെ വിളയുന്നതിനെ ആഹാരമായിട്ട്. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചു വേണം ഒരു വർഷം അങ്ങനെ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇസ്രായേൽ യഹോവയിൽ ആശ്രയിക്കുവാൻ പഠിച്ച ഒരു വലിയൊരു ശബത്തിന്റെ അനുഭവമാണ്. പുതിയ നിയമത്തിൽ ഇതിന് ഈ എക്സാക്ട്ലി ഒരു വർഷം റെസ്റ്റ് ചെയ്യാൻ ദൈവം നമ്മളോട് പറയുന്നില്ല എന്ന് വരികിലും ഇതിന്റെ പുറകിലുള്ള ആത്മീയ സത്യങ്ങൾ നമുക്ക് ഇന്നും ബാധകമാണ്. പല സന്ദർഭങ്ങളിലും നീണ്ട കാലയളവിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾക്ക് പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം അവസരങ്ങൾ നൽകുന്നുണ്ട്. ദൈവം നൽകുന്ന സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അവർക്ക് അങ്ങനെ കഴിഞ്ഞതുപോലെ. അതുപോലെ വേറെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേറെ ഒരു ശബത്താണ് യോബേൽ സംവത്സരം എന്ന് പറയുന്നത്. ഇയർ ഓഫ് ജൂബിലി എന്ന് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ശബത്ത് ദൈവം ഇസ്രായേലിന് കൊടുത്തു. അത് ഓരോ 50 വർഷത്തിലാണ് സംഭവിക്കുന്നത്. അതായത് ഓരോ 7 വർഷം കൂടുമ്പോൾ 7-ാമത്തെ വർഷം ഒരു പ്രത്യേക വർഷത്തിന്റെ ശബത്താണ്. അങ്ങനെ അതൊരു 7 വർഷത്തിന്റെ ഒരു കാലഘട്ടമാണല്ലോ. അങ്ങനെ 7 കാലഘട്ടം കഴിയുമ്പോൾ 49 വർഷം കഴിയും. അതിനുശേഷമുള്ള വർഷം 50-ാം വർഷം യോബേൽ സംവത്സരം. ആ സംവത്സരത്തെ കുറിച്ച് ലേവ്യ പുസ്തകം 25-ന്റെ 18 തൊട്ട് നമ്മൾ വായിക്കുന്നത്. അവിടെയല്ല. ഇത് 7 വർഷം കൂടുമ്പോൾ ഉള്ള ശബത്തിനെ കുറിച്ച് വായിക്കുന്നത് 20-ാം വാക്യം. 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, 7 വർഷത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അവിടെ ദൈവം പറയുന്നത്, ഞാൻ 6-ാം സംവത്സരത്തിൽ നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം അരുളുകയും അത് 3 സംവത്സരത്തോളം അനുഭവം തരികയും ചെയ്യും. അപ്പൊ ഇത് 7-ാം വർഷത്തെ യൂണിറ്റ് കഴിഞ്ഞ് 50-ാം വർഷവും കൂടെ വരുമ്പോൾ രണ്ട് ശബത്ത് അടുപ്പിച്ചു വരും. അപ്പൊ ആ 2 ശബത്തിൽ നിലത്ത് കൃഷി ചെയ്യാത്തത് കൊണ്ട് 3-ാം സംവത്സരത്തിലും കൂടെ ദൈവം കൊടുത്താലേ അവർക്ക് വിള ലഭിക്കുകയുള്ളൂ. അപ്പൊ ദൈവം അവിടെ പറയുന്ന ഈ യോബേൽ സംവത്സരത്തെ കുറിച്ചും 7 വർഷത്തെ കുറിച്ചും പറയുന്നത്, 7-ാം വർഷത്തെ ദൈവം നിങ്ങളെ പോഷിപ്പിക്കും. അത് കഴിഞ്ഞ് യോബേൽ സംവത്സരത്തിൽ പോഷിപ്പിക്കും. അടുത്ത വർഷവും ഞാൻ പോഷിപ്പിക്കും എന്നുള്ളതാണ്. 3 വർഷം ഞാൻ നിങ്ങളെ നിലത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവം തരും. 8-ാം സംവത്സരത്തിൽ നിങ്ങൾ വിതയ്ക്കാനും 9-ാം സംവത്സരം വരെ പഴയ അനുഭവം കൊണ്ട് ഉപയോഗിക്കുകയും വേണം. അങ്ങനെ ദൈവം പറയാം. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കുന്നത്, ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവും വരാതെ വണ്ണം ദൈവം പറഞ്ഞത് ആശ്രയിക്കുന്നവണ്ണം അവന്റെ കാര്യങ്ങൾ നോക്കുവാൻ ദൈവം മതിയായവനാണ് എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവനെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും. അത് വിശ്വാസ ജീവിതം ആയിട്ട് തന്നെ പുതിയ നിയമത്തിലും ഇരിക്കുന്നു. ഈ യോബേൽ സംവത്സരത്തിൽ നിന്ന് പഠിക്കേണ്ട വേറെ ചില കാര്യങ്ങളാണ്. ലേവ്യ പുസ്തകം 25-ന്റെ 23-24 വാക്യങ്ങളിൽ യോബേൽ സംവത്സരത്തിൽ 50-ാം വർഷത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ചില കൽപ്പനകൾ, നമുക്കതിന്റെ പുറകിലുള്ള ചില ദൈവിക നീതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം അവരോട് പറഞ്ഞു, അതിന്റെ ലേവ്യ പുസ്തകം 25-ന്റെ 23-24 വാക്യങ്ങൾ, നിലം ജന്മം വിൽക്കരുത്, ദേശം എനിക്കുള്ളതാകും, നിങ്ങൾ എന്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരും അത്ര. നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കാം. അപ്പൊ ദൈവം പറയുന്നത്, ഈ നിലം
നിങ്ങൾ വിറ്റ് വേറൊരാളുടെ അവകാശമൊന്നും വിറ്റ് കളയരുത്, നിങ്ങളത് വാങ്ങിച്ചെടുക്കരുത്. ദേശമെല്ലാം, നിലമെല്ലാം, ദേശമെല്ലാം എന്റേതാണ്, നിങ്ങൾ വന്ന് പാർക്കുന്നവർ എന്നുള്ളതാണ്. ദേശമെല്ലാം യഹോവയുടെ, നിങ്ങൾ വന്ന് പാർക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ അവകാശം ഒന്നും നഷ്ടപ്പെടുത്തി കളയാൻ പോലും, അവൻ അവകാശം വീണ്ടെടുക്കാൻ സമ്മതിക്കാൻ എന്നുള്ളത്. ദൈവത്തിന്റെ മക്കളുടെ അവകാശം നീ വാങ്ങിക്കരുത്, നീ വിൽക്കരുത്, അത് അവർക്ക് തന്നെ വേണം എന്നുള്ളതാണ് ദൈവം. കാരണം എന്താണ്? കാരണം നിലം യഹോവയുടേതാണ്. യഹോവയാണ് തീരുമാനിക്കുന്നത് ആർക്ക് അവകാശം കൊടുക്കണമെന്നുള്ളത്. ഇതിന് വളരെ പ്രസക്തിയുണ്ട് പുതിയ നിയമത്തിൽ. ഈ ആശയം ഇതിന്റെ ആത്മാവ് നമ്മൾ നോക്കിയാൽ അതിന് വളരെ പ്രസക്തി. നിങ്ങൾ ആയിരിക്കുന്ന നിലം, ഞാനായിരിക്കുന്ന നിലം ആരുടേതാണ്? നമ്മളുടെ ഭവനം ആരുടേതാണ്? നമ്മളുടെ വസ്തുവകകൾ ആരുടേതാണ്? നമ്മളുടെ പോക്കറ്റിലുള്ള പൈസ ആരുടേതാണ്? അപ്പോൾ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഈ നിലമെല്ലാം എന്റേതാണ്, നിങ്ങൾ വന്ന് പാർക്കുന്നവർ. അപ്പൊ ദൈവം നമ്മളോടും പറയുന്ന, പുതിയ നിയമത്തിലും പറയുന്നത് അതാണ്. അവനാണ് നമുക്കെല്ലാം നൽകിയത്, അവനാലാണ് എല്ലാം ഉള്ളത്. റോമാലേഖനം 11:36 വാക്യത്തിൽ പറയുന്നത്, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുണ്ട്, അവൻ എന്നേക്കും മഹത്വം. അപ്പൊ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുന്നതാണ് ഈ ശബത്ത് നമ്മളെ അറിയിക്കുന്നത്. യോബിൽ സംവത്സരം അറിയിക്കുന്ന ഒരു വലിയ സത്യം. അതിന്റെ ആ നിഴലായിരുന്ന അതിന്റെ പൊരുളിന്റെ ഒരു വശം, ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവമാണ് നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ യോബേൽ സംവത്സരത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യം, വേറൊരാളുടെ അവകാശം നീ അവനെ വീണ്ടെടുക്കാൻ അനുവദിക്കണം, അത് വിട്ടുകൊടുക്കണം, അത് നീ പിടിച്ചു വെക്കാൻ പാടില്ല. അത് നമുക്കും ബാധകമാണ്. ദൈവത്തിന്റെ മക്കളുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ഒരു വർഷമാണ് യോബേൽ സംവത്സരം. അതിന്റെ 25 ലേവ്യ പുസ്തകം 25 തൊട്ട് 28 വരെ വായിക്കുമ്പോൾ, ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു, തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന ആ സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളും. എന്നാൽ വീണ്ടുകൊള്ളുവാൻ അവൻ ആരും ഇല്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാർത്ഥനാകുകയും ചെയ്താൽ അങ്ങനെ അവന് വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട്. ഞാനെല്ലാം വായിക്കുന്നത്. അപ്പോ തനിക്ക് ദരിദ്രനായി തീർന്നവൻ തന്റെ അവകാശം, യഹോവ തനിക്ക് കൊടുത്ത ഓരോ ട്രൈബിന് കൊടുത്തിട്ടുള്ള അവകാശങ്ങൾ, അത് താൻ വിറ്റ് പോയാൽ സഹോദരന് വീണ്ടെടുത്തു കൊടുക്കും. എന്നാൽ തനിക്ക് തന്നെ പ്രാപ്തി ഉണ്ടെങ്കിൽ തനിക്കത് കണക്കൊക്കെ നോക്കി വീണ്ടെടുക്കാം എന്ന് പറയുന്നുണ്ട്. 28 വാക്യം, എന്നാൽ മടക്കി കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയത് യോബേൽ സംവത്സരം വരെ വാങ്ങിയവന്റെ കയ്യിലിരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കുകയും അവൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങുകയും വേണം. ഇത് ദൈവത്തിന്റെ ഒരു വലിയ നീതിയാണ്, ദൈവത്തിന്റെ ഒരു നിയമമാണ്. തന്റെ ജനത്തിന്റെ അവകാശം, അവൻ ദരിദ്രനായതുകൊണ്ട് അവൻ വിറ്റുപോയാൽ, വാങ്ങിയ മറ്റൊരു മകനാണ് വാങ്ങുന്നത്, ഏറ്റവും കൂടിയാൽ 50 വർഷം അവന് വെച്ചാൽ, ഏറ്റവും കൂടിയാൽ. സാധാരണ 50 വർഷം ഫിക്സഡ് ടൈം പീരീഡ് ആണ്. അതിന് ഇടയ്ക്ക് വിറ്റാൽ 50 വർഷം വെക്കാൻ പറ്റില്ല. 25-ാം വർഷം വിറ്റാൽ ബാക്കിയുള്ള 25 വർഷങ്ങളേ ഉള്ളൂ, 24-25 വർഷങ്ങളേ ഉള്ളൂ. യോബേൽ സംവത്സരം ആകുന്ന വർഷം, അത് എപ്പോ വിൽക്കുന്നോ അപ്പൊ തൊട്ട് 50 എന്നുള്ളതല്ല, ഈ 50 ഫിക്സഡാണ്, അടുത്ത 50 ഫിക്സ്ഡാണ്. അപ്പൊ എപ്പോ വിറ്റാലും 50-ാം വർഷം എന്നാകുന്നു. ചിലപ്പോൾ ഇന്ന് വിറ്റാൽ ചിലപ്പോൾ അടുത്ത വർഷം വരെയും 50 ആവും. 50-ാം വർഷത്തിൽ തന്റെ അവകാശം വെറുതെ കൊടുത്തേക്കണം. ആ വിശ്വാസിയുടെ അവകാശം വെറുതെ കൊടുക്കും, തന്റെ ദൈവ മകന്റെ അവകാശം വെറുതെ കൊടുക്കും. അവന് തിരിച്ച് വീണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ അവന് വീണ്ടെടുക്കാം, ചാർച്ചക്കാരന് കഴിയുമെങ്കിൽ ചാർച്ചക്കാരൻ വാങ്ങിക്കാം. ആർക്കും കഴിയില്ലെങ്കിൽ നീ അവന് വെറുതെ കൊടുക്കണം. യോബേൽ സംവത്സരം എന്താണ് നമുക്കതിനെ പഠിക്കാനാവും? ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ധ്യാനിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളുടെ കൂട്ടത്തിൽ ദൈവമക്കളായിരിക്കുന്ന ആളുകൾ, നമ്മുടെ സഭയാണെന്നില്ല, ദൈവമക്കളായിരിക്കുന്ന ആളുകളെ ദൈവം കരുതിയതുപോലെ നമുക്കും കരുതേണ്ട ആവശ്യമാണ്. അവർ ദരിദ്രരായി തീർന്നാൽ എന്നും ജീവിതകാലം മുഴുവൻ ദരിദ്രരായി ഇരിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ഹിതം. ഇസ്രായേലിനെ കുറിച്ചും അങ്ങനെ ദരിദ്രരായി തീരുന്നതിന് പല കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അവന്റെ തലമുറകളിൽ വന്നുപോയ പാപങ്ങളായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും, ഒരുപക്ഷെ കള്ളു കുടിച്ച് കളഞ്ഞുകൊണ്ടായിരിക്കും, എല്ലാം വിറ്റുപോയതുകൊണ്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ദൈവം പറഞ്ഞു യോബേൽ സംവത്സരത്തിൽ തിരിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് അതിന് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മള് ഒരു മെയ്ഡോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു വേലക്കാരിയോ അല്ലെങ്കിൽ വേലക്കാരനോ ഒക്കെ ഉണ്ടെങ്കിൽ അവൻ എന്നും അങ്ങനെ ആയിരുന്നു എങ്കിൽ നമുക്ക് എന്നും വേലക്കാരനായി ഇരുന്നേനെ എന്നൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ദൈവത്തിന്റെ ആഗ്രഹത്തിൽ
ഓരോ വ്യക്തിക്കും ഒരു ഉയർച്ച, ആത്മീയ മാത്രമല്ല എല്ലാ അർത്ഥത്തിലും കഷ്ടപ്പാട് മാറുന്ന ഒരു അവസ്ഥ നമ്മളും ആഗ്രഹിക്കണം. നമ്മളും അതിനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അനേക കാര്യങ്ങൾ യോബേൽ സമരത്തെ കുറിച്ചുണ്ട്. ചില വാക്യങ്ങൾ വായിക്കാം. 39 തൊട്ടുള്ള വാക്യങ്ങളിൽ, ഒരുവൻ തന്നെ വിറ്റാൽ, സെർവന്റ് ആയിട്ട് വിറ്റാൽ, അടിമയായിട്ട് ഇസ്രായേലിലെ ആളെ വാങ്ങിക്കാൻ പാടില്ല. എന്നാൽ വേലക്കാരനായി നിനക്ക് തന്നെ വിറ്റാൽ അവനെ കൊണ്ട് അടിമ വേല ചെയ്യിക്കരുത്. കൂലിക്കാരൻ എന്ന പോലെ, അല്ലെ വന്നു പാർക്കുന്ന എന്ന പോലെ അവൻ നിന്റെ അടുക്കൽ ഇരുന്ന്, ഇനി ശ്രദ്ധിക്കണം, യോബേൽ സംവത്സരം വരെ നിന്നെ സേവിക്കും. യോബേൽ സംവത്സരത്തിൽ എല്ലാത്തിനും റിഡംഷൻ. പിന്നെ അവൻ തന്റെ മക്കളുമായി നിന്നെ വിട്ട് തന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. തന്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് അവൻ മടങ്ങിപ്പോകണം. അപ്പോ ഒരുത്തൻ തന്നെ അടിമയാവാൻ പാടില്ല. പക്ഷെ തന്നെ വേലക്കാരനെ പോലെ വിളിച്ചാൽ അതിനൊരു സ്വാതന്ത്ര്യം കൊടുക്കണം. ജീവിതകാലം മുഴുവൻ ഇരിക്കണം ദൈവം ആഗ്രഹിച്ചത്. ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെയൊക്കെ പുറകിലുണ്ട്. ഞാൻ നിങ്ങളെ ഇതിനെ ചിന്തിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇനി സമയമെടുത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ ദൈവം പല കാര്യങ്ങൾ അവിടെ പറയുന്നു. ശബത്ത് എന്ന അവസാനമായിട്ട് ഞാൻ കുറച്ച് സമയം നമുക്കുണ്ട്, അല്പസമയം എടുത്ത് ഇതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം വർത്തമാന കാലത്ത് ശബത്ത് നമുക്ക് നൽകുന്ന ദൈവിക പ്രമാണങ്ങളാണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. എന്നാൽ ശബത്ത് ഒരു ക്രിസ്തീയ പ്രത്യാശയും കൂടി. ശബത്ത് ബൈബിൾ നമ്മൾ കാണുന്നത് ഒരു വലിയൊരു പ്രത്യാശ തരുന്ന ഒരു സത്യമാണ് ശബത്ത്. പുതിയ നിയമവിശ്വാസികൾക്ക്, പഴയ നിയമത്തിലുള്ളവർക്ക് അറിയുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ നമ്മൾക്ക് വരേണ്ടതാണ് ശബത്തിലൂടെ വലിയ പ്രത്യാശ. അത് ഈ യോബേൽ സംവത്സരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന്. എല്ലാ ശബത്തുകളുമായിട്ടും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. യോബേൽ സംവത്സരത്തിൽ ലാൻഡിനും കൂടെ അവകാശത്തിലേക്ക് ദൈവമക്കളെ വിടണം എന്നുള്ളത് കൊണ്ട് അതിനൊരു പ്രത്യേക ഒരു ബന്ധം അതുമായിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മള് ഈ ലാൻഡിന്റെ അടിമത്വം എന്നൊരു ആശയം, ഈ ശബത്തിന്റെ ഒരു ആശയം പുതിയ നിയമത്തിൽ നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. യോബേൽ സംവത്സരത്തിൽ യഹോവയുടെ ലാൻഡാണ്, യഹോവയുടെ നിലം വിട്ടുകൊടുക്കണം. അവന്റെ ദൈവം കൊടുത്ത അവകാശികൾക്ക്, ദൈവം കൊടുത്ത തന്റെ മക്കളുടെ അവകാശത്തിന് അവൻ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അത് യഹോവയുടെ നിലമായതുകൊണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യഹോവയുടെ നിലം ഇസ്രായേൽ മാത്രമാണ്. അത് പഴയ നിയമത്തിലും അങ്ങനെയല്ല. എങ്കിലും പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു അല്ലേ? കൊരിന്ത്യർ ലേഖനത്തിലേക്ക് 1 കൊരിന്ത്യർ 10:26 ഇങ്ങനെ ഒരു വാക്യം, ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതാണ്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയുടെയാണ്, കർത്താവിൻ്റെതാണ്, നമ്മുടെ ദൈവത്തിന്റെ. എന്നാൽ ഈ ഭൂമി അടിമത്തത്തിൽ എന്ന് നമ്മൾ വായിക്കുന്നു. റോമാലേഖനം 8:20-23 നമുക്ക് പരിചിതമായ ഭാഗങ്ങളാണ്. സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ, ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. തന്റെ ഇസ്രായേൽ ഒരാളെ വിറ്റ് കഴിഞ്ഞ് അവൻ അടിമത്തത്തിലായിരിക്കുന്ന പോലെ സൃഷ്ടി തന്നെ അടിമത്തത്തിലാണ്. എന്നാൽ സൃഷ്ടി പ്രത്യാശയോടെ ഒരു വീണ്ടെടുപ്പ് വരും എന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കും. യോബേൽ സംവത്സരം ഒരു ശബത്താണ്. ആ ശബത്തിലാണ് വീണ്ടെടുപ്പ് വരുന്നത്. അതുപോലെ സൃഷ്ടിയും പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. സർവ്വ സൃഷ്ടിയും ഒരുപോലെ ഞരങ്ങി, 22-ാം വാക്യം, ഈറ്റുന്നതോടിരിക്കുന്നു നാം അറിയുന്നുവെന്ന്. സൃഷ്ടി മാത്രമല്ല, നമ്മൾ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ അടിമത്വമുണ്ട്. ശബത്ത് നാൾ വിടുതൽ കിട്ടുന്ന പോലെ ദൈവം ഒരു ഭാവി, ശബത്തിന്റെ ഒരു ആശയം, ഭാവി വിടുതൽ അവിടെ നമ്മൾ വായിക്കുന്നു. നമ്മളുടെ ശരീരത്തിന് നമുക്കൊരു ഉയർപ്പ്, വീണ്ടെടുപ്പ്, വിടുതൽ. അതുപോലെ സൃഷ്ടിക്ക് തന്നെ, ഭൂമിക്ക് തന്നെ ഒരു വീണ്ടെടുപ്പ്. ഇതിനെക്കുറിച്ച് അനേക വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. റോമാലേഖനം മാത്രം, പഴയ നിയമത്തിൽ അനേക പ്രവചനങ്ങളുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ എന്താ വായിക്കുന്നത്? ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാറും. ശാപമെല്ലാം മാറുന്ന ഒരു അവസ്ഥ. പുള്ളിപ്പുലി കുട്ടിയോടുകൂടെ കിടക്കും. അങ്ങനെ പല കാര്യങ്ങൾ വായിച്ച് അവസാനം പറയുന്നത് എന്താണ്? 9-ാം വാക്യം, യെശയ്യാവിന്റെ പ്രവചനം 11:9, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അപ്പൊ ഭൂമിയെ ദൈവം വീണ്ടെടുത്ത് യഹോവയുടെ പരിജ്ഞാനത്താൽ നിറയുന്ന ഒരു ശോഭന ഭാവി
ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട്. യോബേൽ സംവത്സരത്തിൽ യഹോവ വിടുതൽ കൽപ്പിച്ചതുപോലെ, യഹോവയുടെ നിലത്തിന്റെ ദൈവം വിടുതൽ കൽപ്പിച്ചതുപോലെ, യഹോവയുടെ നിലമായ ഭൂമിയെ യഹോവ വിടുവിക്കാനായിട്ട്, ദൈവം വിടുവിക്കാനായിട്ട് പോവുകയാണ് ഭാവി. അതൊരു വലിയ അർത്ഥമാണ് നമുക്കുള്ളത്, നമ്മുടെ വലിയ പ്രത്യാശ. എബ്രായ ലേഖനത്തിലെ ഒരു ഭാഗം, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബത്തുമായി ബന്ധപ്പെട്ടുന്ന ഒരു ഭാഗം. അതും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നത്. എബ്രായ ലേഖനം, ഇപ്പൊ നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വർത്തമാനം കഴിഞ്ഞതിന്റെ ഭാവി, ശബത്തിന്റെ ഭാവി പ്രത്യാശ, വിശ്വാസിക്കുന്ന ആളുകളുടെ പ്രത്യാശയെ കുറിച്ച്. എബ്രായ ലേഖനം ഈ ഭാവി ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ശബത്ത് അനുഭവമായിട്ട് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നമ്മളെ വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു വിശ്വാസിക്ക് വരുവാൻ പോകുന്ന ഒരു ശബത്ത് അനുഭവമായി എബ്രായ ലേഖനം ഒരു കാര്യം പറയുന്നു. അത് ശരിയായി മനസ്സിലാക്കാനായിട്ട് നമുക്കതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആർഗ്യുമെന്റ് മനസ്സിലായാലേ അത് കണക്ട് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവാം, ചുരുങ്ങിയ സമയം ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്. ദൂതന്മാരെക്കാളുള്ള തന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് 13-14 വാക്യം. ഞാൻ നിന്റെ ശത്രുക്കളെ എന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കാന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ഈ ദൂതന്മാര് ആരാണ്? ഇംഗ്ലീഷില് are they not all ministering spirits sent forth to minister for those who will inherit salvation? രക്ഷ അവകാശമാക്കുവാൻ പോകുന്ന ആളുകൾ, ഒരു ഭാവി രക്ഷയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. വിൽ ഇൻഹെറിറ്റ് സാൽവേഷൻ എന്നുള്ളത് ഒരു ഭാവി രക്ഷ. എന്താണ് ആ രക്ഷ? നമ്മൾ മുന്നോട്ട് വായിച്ചാൽ എബ്രായ ലേഖനം 2-ന്റെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി എന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ, ഒരു വലിയ രക്ഷയെ കുറിച്ചാണ് പറയുന്നത്. അത് ദൈവം ഇത്രയും അത്ഭുതങ്ങളാലൊക്കെ ഈ രക്ഷയെ കുറിച്ച് ദൈവം അറിയിച്ചു. ഇതൊക്കെ നീ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്നൊരു വാർണിംഗ് ആണ് എബ്രായ സഭയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സഭയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നു, എബ്രായ വിശ്വാസ ഗണത്തിൽ ഉള്ള ആളുകൾക്ക്. എന്താണ് ഈ വിശ്വാസം, എന്താണ് ഈ രക്ഷ എന്ന് അടുത്ത വാക്യത്തിൽ എബ്രായ ലേഖനം 2-ന്റെ 5-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അവിടെ പറയുന്നത് എന്താണ് ഈ രക്ഷ, വിശ്വാസികൾക്ക് ദൈവം കൊടുക്കാൻ പോകുന്ന രക്ഷ. ഇത് ശബത്തുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ബന്ധിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വരികയാണ്. ശബത്തുമായിട്ട് ബന്ധമാണ്. ഈ രക്ഷ എന്താണ്? 5-ാം വാക്യം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തി. എന്തിനെ കുറിച്ചാണ് താൻ പറയുന്നത്? ഇത്രയും നേരം പറഞ്ഞത് ഒരു ഭാവി ലോകത്തെ കുറിച്ച്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്, നാം പ്രസ്താവിക്കുന്നത് ഈ ഭാവി ലോകത്തെ കുറിച്ച്. നിങ്ങളുടെ രക്ഷ, വരുവാൻ പോകുന്ന രക്ഷയെ കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനെ കുറിച്ച്, ഈ ഭാവി ലോകത്തെ കുറിച്ച് എന്നുള്ളതാണ് താൻ പറഞ്ഞു വരുന്നത്. ഇതാണ് അതിന്റെ ഒരു ഫ്ലോ ഓഫ് ആർഗ്യുമെന്റ്. ഇംഗ്ലീഷില് he has not put the world to come, വരുവാനുള്ള ലോകം, വേൾഡ് ടു കം, അങ്ങനെ ഒരു ലോകം ഉണ്ട് എന്നാണ് താൻ പറഞ്ഞത്. അത് നിങ്ങൾ അവകാശിയാണ് എന്നുള്ളതാണ്. ഈ വരുവാനുള്ള ലോകത്തെ കുറിച്ച് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മലയാളത്തിലെ തർജ്ജിമ അത്ര കറക്റ്റ് അല്ല. അതില് 6-ന്റെ 4-5 വാക്യങ്ങളിൽ ഒരു വാർണിംഗ് പാസേജ് ആണ്. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. അപ്പൊ ഇന്ന് ആസ്വദിക്കുന്നത് എന്താണ്? ഇന്നൊരു അനുഭവമുണ്ട്. ഇന്ന് ആസ്വദിക്കുന്നത് വരുവാനുള്ള ലോകത്തിന്റെ ശക്തി. ആ ലോകം എന്നുള്ള, മുമ്പ് നമ്മൾ വായിച്ചെടുത്ത ലോകം എന്നായിരുന്നു 2-ാം അധ്യായത്തിൽ. ഇവിടെ ആക്ച്വലി ലോകം എന്നുള്ള വാക്കല്ല. ഇംഗ്ലീഷ് ബൈബിളില് നോക്കിയാൽ പവേഴ്സ് ഓഫ് ദി ഏജ് ടു കം, വരുവാനുള്ള കാലം എന്നുള്ളതാണ് ശരിയായ തർജ്ജമ. അത് രണ്ടും ഒരേ കാലഘട്ടത്തിൽ അതിലൊരു ഫോക്ക് ആംഗിളിലുള്ള വ്യത്യാസമുണ്ട്. ഒന്ന് കാലം, ഒന്ന് ആ കാലത്തിലുള്ള ലോകം. രണ്ടും ഒരേ സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ 2 ആംഗിളിലാണ്. മലയാളത്തിൽ 2 ലോകവും നെട്ടേക്കുന്നതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല, അതിന്റെ വ്യത്യാസം മനസ്സിലാക്കില്ല. പക്ഷെ
ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ വരുവാനുള്ള കാലം, അതിന്റെ അനുഭവം, അതിന്റെ ആദ്യ അനുഭവങ്ങളാണ് ഇന്നുള്ളത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതും ഒക്കെ ഉള്ളത് അതിന്റെ ആദ്യ അനുഭവങ്ങളാണ്. വരുവാനുള്ള കാലത്ത് ഉള്ള ലോകത്തിന്റെ അനുഭവം ഇതാണ് താൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഇനി കുറെ കാര്യങ്ങളുണ്ട്, സമയക്കുറവുകൾ ഞാൻ വിടുകയാണ്. അതിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ലേഖനകർത്താവ് ഇങ്ങനെ എഴുതുന്നു. 1-ാം വാക്യത്തിൽ അവന്റെ ഈ ഒരു ആർഗ്യുമെന്റ് മറക്കല്ല, ഈ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ ആ കണക്ഷൻ കിട്ടത്തില്ല. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം, അവിടെയും ഫ്യൂച്ചറാണ്, വാഗ്ദത്തം, പ്രോമിസ് ശേഷിച്ചിരിക്കുകയാൽ. ഇവിടെയാണ് ശബത്തുമായിട്ടുള്ള ഒരു കണക്ഷൻ. ഈ ഒരു ഭാവി ലോകത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട്, അതിനെ നമ്മുടെ പ്രത്യാശയൊക്കെ പറഞ്ഞു വന്നിട്ട്, അതിനെ ഇവിടെ വിളിക്കുന്നത് ദൈവത്തിന്റെ സ്വസ്ഥത എന്നുള്ളതാണ്. അവന്റെ സ്വസ്ഥത, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. ഇത് വിശ്വാസികളോട് പറയുമ്പോൾ, സഭയിലുള്ളവരോട് പറയുമ്പോൾ, നിങ്ങൾക്ക് ഇതൊരു വാഗ്ദത്തമായി ഇപ്പോഴും ഫ്യൂച്ചറായിട്ടാണ് പറയുന്നത്. അത് വിശ്വസിക്കുന്നവർക്കാണ് കിട്ടുന്നത്. അത് താഴോട്ട് വായിച്ചാൽ മനസ്സിലാവും. അതിന്റെ 3-ാം വാക്യം, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. നമുക്കുള്ളതാണ്, വിശ്വാസികൾക്കുള്ളതാണ്. പക്ഷെ ഇന്നും അത് വാഗ്ദത്തമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 6-ാം വാക്യത്തിലും അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കാലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ദൈവം അതിനെക്കുറിച്ച് എല്ലാം വായിക്കുന്നില്ല. 9-ാം വാക്യം പ്രധാനപ്പെട്ടതാണ്. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ശബത്ത് എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ദൈവം വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പുതിയ നിയമത്തിൽ ശബത്ത് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ ശബത്തുണ്ട്. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ശബത്തിയെ പല നിലയിൽ അതിന്റെ ദൈവിക നീതി നമുക്ക് പഠിക്കാം. എന്നാൽ അതിന്റെ ഒരു വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്: ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അതിന്റെ അവസാന വാക്യത്തിൽ, 11-ാം വാക്യത്തിൽ, ആ സെക്ഷന്റെ അവസാനം 11-ാം വാക്യത്തിൽ, എബ്രായ ലേഖനം 4:11, അതുകൊണ്ട് വിശ്വാസികളായി സഭയായിട്ട് ചേർന്നിരിക്കുന്ന ആളുകൾ, വിശ്വാസ ഗണത്തിന്റെ കൂടെയുള്ള ആളുകളോടാണ് എഴുതുന്നത്. അവർ ആ ഹൃദയത്തിൽ വിശ്വാസികളാണോ ഇല്ലേ എന്നുള്ളത് ദൈവത്തിനെ അറിയാവും. എങ്കിലും അവരോടാണ് എഴുതുന്നത്. പ്രത്യക്ഷത്തിൽ വിശ്വാസഗണത്തിന്റെ കൂടെയുള്ളവരോട്. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം തന്നെയും കൂടെ കൂട്ടി പറയുകയാണ് എഴുത്തുകാരൻ, നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. അവിടെയും ഫ്യൂച്ചറാണ്. ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. അപ്പൊ ദൈവത്തിന്റെ ഒരു സ്വസ്ഥത, അത് നമ്മൾ ഇവിടെ വായിച്ചത് ഒരു ശബത്ത് അനുഭവം വിശ്വാസികൾക്ക് ഇനിയും വരുവാനായിട്ട് കഴിയും. അതിന്റെ ആദ്യ ഫലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് വേദശാസ്ത്രത്തിൽ, ദൈവശാസ്ത്രത്തിലൊക്കെ പറയുന്നു, രക്ഷാശാസ്ത്രത്തിലൊക്കെ പറയും, ഓൾറെഡി നോട്ട് യെറ്റ് എന്നൊക്കെ പറയുന്ന ആസ്പെക്ട് ഇവിടെ നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലൊക്കെ ഈ എബ്രായ ലേഖനം 6-ലൊക്കെ പറയുന്നത് അതിന്റെ ആദ്യ ഫലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ വരുവാനുള്ള ലോകത്തിന്റെ ശക്തികളൊക്കെ അനുഭവിച്ചു തുടങ്ങി, എന്നാൽ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ചിട്ടില്ല. അത് വരുവാനുള്ള ശബത്ത് അനുഭവം, വരുവാനുള്ള അത് വാഗ്ദത്തം. നാം വിശ്വസിക്കുന്നവരത് പ്രവേശിക്കാൻ പോകുന്ന കാര്യമാണ്. നാം ഈ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക എന്ന് ഇപ്പോഴാണ് പറയുന്നത്. ഇപ്പോൾ ഉത്സാഹിച്ചാൽ ഭാവിയിൽ കടക്കും എന്നാണ് അവിടെ കാണുന്നത്. ഇത് ശബത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശബത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഇതാണ് നമ്മുടെ പ്രത്യാശ. ശബത്ത് നമ്മുടെ പ്രത്യാശ. ശബത്ത് എന്താണ്? ശബത്ത് കാണിക്കുന്നത് ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞു. സൃഷ്ടിയുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ 6 ദിവസം കൊണ്ട് ദൈവം തന്റെ വേലയെല്ലാം തികച്ച് എല്ലാം പെർഫെക്റ്റ് ആക്കി ദൈവം വിശ്രമിക്കുകയാണ്. അതായത് ദൈവത്തിന് വിശ്രമത്തിന്റെ, ശാരീരിക വിശ്രമത്തിന്റെ ആവശ്യമില്ല. എന്നാൽ അതിൽ കാണിക്കുന്നത് ദൈവം തന്റെ സൃഷ്ടിയിൽ തന്നെ എൻജോയ് ചെയ്യുകയാണ്. ദൈവം തന്നെ അതിനെ ആസ്വദിക്കുകയാണ്. ദൈവം അത് മനുഷ്യന് ഒരു പാറ്റേൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടങ്ങളിലെ ആയിരക്കണക്കിന് വർഷങ്ങൾ, 6000 വർഷങ്ങളായി മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് ശാപത്തിന് കീഴായിരിക്കുകയാണ്. എന്നാൽ യോവേൽ സംവത്സരത്തിലെ വിടുതൽ പോലെ ഒരു വിടുതൽ ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. ശാപത്ത് മനുഷ്യനും അതുപോലെ സൃഷ്ടിക്കും തന്റെ ദാസ്യത്വത്തിൽ നിന്ന്, ദ്രവത്വത്തിൽ നിന്ന് വിടുതൽ. അതാണ് ഈ വരുവാനുള്ള ശബത്ത്, യഹോവയുടെ ശബത്ത്, ദൈവത്തിന്റെ സ്വസ്ഥത എന്നിവിടെ വായിച്ചത്. അതിൽ കടക്കാൻ നമുക്ക് ഉത്സാഹിക്കാം എന്നുള്ളതാണ് എബ്രായ ലേഖനകർത്താവ്
വിശ്വാസികൾക്ക് എഴുതുന്നത്. അപ്പൊ അത് നമുക്കും ബാധകം. നമ്മളും ഉത്സാഹിക്കും ദൈവത്തിന്റെ സ്വസ്ഥതയിൽ കടക്കാൻ. വരുവാനുള്ള ശബത്ത് അനുഭവം നമുക്ക് കിട്ടും. ഇത് വരുവാനുള്ള ലോകത്തെ കുറിച്ച് തന്നെയാണ് എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ അതിന്റെ പശ്ചാത്തലത്തിൽ അത് തന്നെയാണ് വരുവാനുള്ള ലോകം, വരാനുള്ള കാലം എന്നൊക്കെ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത് ഇതിനെ കുറിച്ചാണ്. വേറൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ ദുഷ്ടന്മാരായ ദൈവത്തെ ത്യജിക്കുന്ന ദുഷ്ടന്മാരായ ആളുകൾക്ക് ശബത്ത് അനുഭവം ഇല്ല. അവർക്ക് റെസ്റ്റ് ഇല്ല. റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ്, റെസ്റ്റ് ഇൻ ഗോഡ് അവർക്കില്ല. അവർക്ക് ദൈവത്തിൽ വിശ്രമമില്ല. ഭയാനകമായ ഒരു വാക്യമാണ് വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ മൃഗത്തിന്റെയും പ്രതിമയും ഒക്കെ നമസ്കരിക്കുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന ഭാവി, ഭയാനകമായ ഭാവിയെ കുറിച്ച് അവിടെ വായിക്കുന്നത്. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവർ, അതിന്റെ പേരിൽ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഇല്ല. അവർക്ക് റെസ്റ്റ് ഇല്ല എന്നാണ്. റെസ്റ്റ് ഇല്ല, ശബത്തില്ല, റെസ്റ്റ് ഇല്ല. ശബത്ത് ആർക്കാണ്? എബ്രായത്തിൽ വായിച്ചു, വിശ്വാസികൾ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ കടക്കുവാൻ, ശബത്ത് അനുഭവത്തിലേക്ക് പോവുകയാണ്. ദുഷ്ടന്മാർക്കില്ല. മറുവശത്ത് ഈ ദുഷ്ടന്മാരായിരിക്കുന്നവർക്ക് വിശ്രമം ഇല്ല എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് ദൈവം തരുന്ന വാഗ്ദത്തം, നിങ്ങൾ എന്റെ സ്വസ്ഥതയിൽ, വിശ്വാസികളായ വ്യക്തികൾ എന്റെ സ്വസ്ഥതയിൽ കടക്കാൻ പോകുന്നു എന്നുള്ളത്. ഇത് നമുക്ക് വളരെ വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ആകയാൽ ദൈവജനത്തിന്, എബ്രായ ലേഖന കർത്താവ് പറഞ്ഞ വാക്യം 9-ാം വാക്യം 4-9, ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അവർ ഇന്നേ ദൈവജനമാണ്, എന്നാൽ ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കും. ഭാവിയായിട്ട് പറയുന്നത് ഇത് ദൈവരാജ്യം, വരുവാനുള്ള ദൈവരാജ്യമാണ് എന്ന് നമുക്ക് പല നിലയിൽ ബൈബിൾ ഉടനീളം കാണാനായിട്ട് കഴിയും. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിലെ ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 62-ാം അധ്യായത്തിൽ വരുവാനുള്ള ലോകം, ദൈവം വീണ്ടെടുക്കാൻ പോകുന്ന യെരുശലേമിനെയൊക്കെ ദൈവം വീണ്ടെടുക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. അവിടെ ഒരു ശബത്ത് അനുഭവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് അതും കൂടെ വായിക്കും. യെശയ്യാവ് 62-ന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായി കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. അപ്പോൾ ഇത് ഭാവിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വായിച്ചാണ്. ഇത് ദൈവം റെസ്റ്റോർ ചെയ്യാൻ പോകുന്ന സിയോനെ കുറിച്ചാണ്, യെരുശലേമിനെ കുറിച്ചാണ്, പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. പുതിയ യെരുശലേം, അതിന്റെ 7-8 വാക്യങ്ങൾ. യെശയ്യാവ് 62-ന്റെ 7-8 വാക്യങ്ങൾ. യെരുശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ, ശ്രദ്ധിക്കണം, അവൻ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും കരുതും. ശബത്ത് എന്ന് പറഞ്ഞാൽ യഹോവയുടെ സ്വസ്ഥതയാണെന്ന് നമ്മൾ നേരത്തെ വായിച്ചു. പ്രവചനത്തിൽ എഴുതിയപ്പോൾ, യെശയ്യാവ് എഴുതിയപ്പോൾ താൻ ചിത്രീകരിക്കുന്നത് യഹോവയ്ക്ക് സ്വസ്ഥത, യഹോവയുടെ ശബത്ത് വരാൻ പോകും. അപ്പൊ ഇവിടെ അവസാനം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ വാക്യങ്ങളിലെല്ലാം കാണുന്നത് യെരുശലേമിന്റെ യഥാസ്ഥാനവും ദൈവം പുതിയ യെരുശലേമിനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളാണ്. അതെല്ലാം വരുവോളം യഹോവയ്ക്ക് കൊടുക്കരുതെന്നാണ്. യഹോവയുടെ ശബത്ത് അനുഭവം ഭാവിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ അതാണ് കണ്ടത്. ആ ഭാവി, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും ഭാവിയിൽ എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിന്റെ ഒരു വർത്തമാനകാല ആസ്പെക്ട് ഉണ്ട്. ഓൾറെഡി നമുക്ക് ആ സ്വസ്ഥതയുടെ ഒരു അംശം ഉണ്ട്, എങ്കിലും അതിന്റെ പൂർണ്ണതയിൽ ഭാവിയിൽ നമുക്ക് അനേക കാര്യങ്ങൾ ഉണ്ട്. ഇനി ചർച്ചയുടെ സമയം ഒരു പക്ഷേ കൂടുതൽ പറയാം. നാം കേട്ട ദൈവവചന ആലോചനകൾക്കായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ശബത്ത് പുതിയ നിയമ പ്രസക്തി എന്ത് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ആഴവും പരപ്പുമുള്ള ഒരു അവതരണമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഈ കേൾവിയിലൂടെ ദൈവം അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര മനോഹരമായ വിഷയം അവതരിപ്പിച്ച പ്രിയ സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കട്ടെ. നാം കേട്ടതുപോലെ പഴയ നിയമ കാലത്ത് ദൈവം നൽകിയ ശബത്ത്
അതിന് ആ ശബത്തുകൾ പല തരത്തിൽ ഉണ്ട് എന്ന് നാം കണ്ടു. അതിനൊക്കെയും പുതിയ നിയമകാലത്ത് ഈ വർത്തമാനകാലത്ത് ആത്മീയ അർത്ഥങ്ങൾ അതിന് ഉണ്ട് എന്നുള്ളത് ദൈവവചനത്തിന്റെ ആ വാക്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ.